പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് വിലാസങ്ങൾ അദ്ദേഹത്തെ മണിക്കൂറോളം നീട്ടി ചോദ്യം ചെയ്തു. ഒരു പ്രാവശ്യമല്ലോ, നിരവധി പ്രാവശ്യം. ആദ്യ പ്രാവശ്യം പോകുമ്പോൾ തന്നെ ആ ജില്ലാ സെക്രട്ടറി ആ ബാങ്കിന് നൽകിയ കത്ത് ഇഡിക്ക് നൽകിയിട്ട് ഇത് ബാങ്കിന് പറ്റിയ ഇത് മനസ്സിലാവാതെ കൊണ്ട് പറഞ്ഞതാ. അല്ല, നിങ്ങൾക്കിത് ഒരാവശ്യമില്ല, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കല്ലേ. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ചെയ്തതല്ലേ. അതുപോലെ ഇതാ കാര്യം പറയാനില്ല. ഇത് പറയാതെ കൊണ്ട് ഇങ്ങനെ വന്നതെന്നാ. നിങ്ങളല്ല ഈ ലോകത്ത് എവിടെയാ ജീവിച്ചിരിക്കുന്നത്? ഇത് പത്ര അല്ല, നിങ്ങൾ പത്രം ഏതാ? അല്ല, പത്രം പറ. അതായിട്ടില്ല, പത്രം അത് ചോദിക്കുന്നതിന് അത് പറയണം. ആദ്യം ഇങ്ങോട്ട് ആയിട്ടില്ല, അത് പറ. ഏതാ, ഏത് പത്രമാണെന്നും. ജനൻ ടി വിയുടെ കുഴപ്പമൊന്നുമില്ല, കാരണം അതൊന്നും ഗൗരവത്തിൽ ആരും കാണുന്നില്ല. എന്റെ സുഹൃത്തെ, ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടും നിങ്ങളുടെ നേതൃത്വം ഉണ്ടല്ലോ, BJP നേതൃത്വം, ആ BJP നേതൃത്വം പാർട്ടിക്കാർക്കെതിരായിട്ട്, ഇടതുപക്ഷക്കാർക്കെതിരായിട്ട്, പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടിന്റെ വളരെ ശക്തിയായൊരു കടന്നാക്രമണമാണ് യഥാർത്ഥത്തിൽ നടന്നത്. നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ എന്ത് പറയാനാ? നിങ്ങളിപ്പോ ചോദിക്കുന്ന ഒരു നിഷ്കളങ്കമായ ചോദ്യമാണ്. അയ്യോ, ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമെന്നുള്ളതല്ല. നിങ്ങൾക്ക് ലോകം തിരിഞ്ഞില്ല, അതാ കാര്യം. ഇഡിനെയും മനസ്സിലായിട്ടില്ല, IT-നെയും മനസ്സിലായിട്ടില്ല. വെറുതെ പറഞ്ഞിരിക്കും. ഉണ്ട്. അതെ, ഈ കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. ഒന്നാമത്തെ ദിവസം തന്നെ പറഞ്ഞാണ്, പറയാതിരുന്നിട്ടല്ല. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങളിങ്ങനെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയാണ്. ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാകുമായിരുന്നല്ലോ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും അവിടെ മേലെ നിന്ന് വരുന്ന വിളി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമണത്തിന് അതൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക ചെയ്തത്. ആ കാര്യം അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ജനൻ ടിവിയോട് ഞാൻ പറയാണ്, നിങ്ങൾ പറയുന്ന പോലെ നിഷ്കളങ്കല്ല കാര്യം, രാഷ്ട്രീയമാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ല ചിലപ്പോൾ. അതിന്റെ ദുരന്തമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.